ഹലോ നീറ്റ് ആസ്പിരൻസ്, 2026 നീറ്റ് എക്സാമിനേഷൻ മെയ് 3 നടക്കുന്നത്. യെസ്, നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണുള്ളത്. ആൻഡ് ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സൂൺ ആഫ്റ്റർ ദി എക്സാമിനേഷൻ യു ഹാവ് ടു കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദി അപ്കമിങ് നീറ്റ് എക്സാം. കാരണം ആകെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം മാത്രമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാവുക. സോ ആ ഒരു മന്തിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നമ്മുടെ മെമ്മറീസ് ഒക്കെ ഒന്നുകൂടി റെഡിയാക്കി എടുക്കുന്നതിനും ഷോർട്ട് നോട്ട്സ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സൈലത്തിന്റെ പ്രോഗ്രാമാണ് നീറ്റ് എൻഡ് ഗെയിം എന്ന പ്രോഗ്രാം. സോ 11th-ലും 12th-ലും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എക്സാമിനേഷനിൽ കൂടി നമുക്ക് ഒന്ന് റെഡിയായി എടുക്കേണ്ടതുണ്ട്. ആൻഡ് വി ആർ ഹാവിംഗ് ഡെയിലി എക്സാം സീരീസ്. നമ്മുടെ മുഴുവൻ സിലബസിനെ NTA സിലബസ് വിച്ച് ഈസ് യുവർ +1 +2 സിലബസ് ഓൺലി, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 11th 12th നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ കാര്യങ്ങളാണ് NTA നീറ്റ് എക്സാമിനേഷൻ സിലബസിലുള്ളത്. സോ ദർ ഈസ് നത്തിങ് ന്യൂ. നമുക്ക് ആകെ വേണ്ടത് ഒന്ന് പെട്ടെന്ന് ഇതെല്ലാം പൊടിതട്ടി എടുക്കണം. ആൻഡ് വി നീഡ് ടു പ്രാക്ടീസ് എ ലോട്ട്. ഈ പ്രാക്ടീസ് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ എക്സാമിനേഷൻ ഓൺലി. സോ നീറ്റ് എൻഡ് ഗെയിം സൈലത്തിന്റെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാം സീരീസ് ആണ് ഉണ്ടാവുക. ഈ എക്സാമിനേഷൻ ആണ് നമുക്ക് എഫക്റ്റീവായി ടൈം മാനേജ്മെന്റിനും എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ടാക്കിൾ ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരിക. ബിക്കോസ് അൺലൈക്ക് ബോർഡ് എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. സോ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്നൊക്കെ പോപ്പപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ദി ഓപ്ഷൻസ് ക്യാൻ ബി കൺഫ്യൂസിങ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഡെയിലി എക്സാമിനേഷൻ അഥവാ മൊഡ്യൂൾ വൈസ് എക്സാമിനേഷൻസ് ആണ് നിങ്ങൾക്ക് നീറ്റ് എൻഡ് ഗെയിമിലൂടെ നേടാൻ വേണ്ടി പറ്റുക. ഓരോ മൊഡ്യൂളിലും ഒരു ദിവസം നമ്മൾ ഒരു മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ടോപ്പിക്സ് പഠിക്കുകയാണ്, സബ്ജക്റ്റുകൾ പഠിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി ആൻഡ് ബോട്ടണി നമ്മൾ പഠിക്കുകയാണ്. ഈ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെയിലി എക്സാമിനേഷൻസ് ആണ് വരിക. ആൻഡ് കുറച്ച് മൊഡ്യൂളുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ഗ്രാൻഡ് ടെസ്റ്റ് ആസ് വെൽ. ഈ ഗ്രാൻഡ് ടെസ്റ്റിൽ ഇതുവരെ പഠിച്ചിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സിനെയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പം നമ്മുടെ റിവിഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ അടുക്കുമ്പോഴേക്ക് ഫുൾ സിലബസ് വെച്ചുകൊണ്ടുള്ള മോക്ക് എക്സാമിനേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ടുവേർഡ്സ് ദ നീറ്റ് എക്സാമിനേഷൻ ഓർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് കോഴ്സ് നമുക്ക് ഫുൾ പ്രീ നീറ്റ് മോക്ക് എക്സാമിനേഷൻ സീരീസ് ആയിരിക്കും ഉണ്ടാവുക. അത് കവർ ചെയ്യുന്നത് NTA സിലബസ് ആണ്. 11th-ലെയും 12th-ലെയും നമ്മൾ പഠിച്ചിരിക്കുന്ന മുഴുവൻ NTA സിലബസിലുള്ള ഒരു പക്ക നീറ്റ് മോഡൽ പേപ്പർ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ നീറ്റ് എക്സാമിനേഷന് മുന്നേ ഈ പേപ്പേഴ്സ് എഴുതുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ പോസ്റ്റ് എക്സാം അനാലിസിസ് ഈസ് വൺ മേജർ തിങ്. എക്സാമിനേഷൻ എഴുതി പോവുക എന്നുള്ളതല്ല, ഡെയിലി എക്സാം എഴുതുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്തൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി നോക്കണം. ആൻഡ് യു ഹാവ് ടു റെക്ടിഫൈ. സോ നമ്മൾ അതിനെ അനാലിസിസ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് നമുക്ക് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്കുകൾ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കോഴ്സ് വളരെ എഫക്റ്റീവായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ എക്സാമിനേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേജർ ടോപ്പിക്കുകൾ ഇതുവരെയുള്ള നീറ്റ് എക്സാമിനേഷൻ ബേസ്ഡ് ആയിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ലൈക്ക് നമ്മുടെ എക്സ്പേർട്സ് എല്ലാം കഴിഞ്ഞ ഒരുപാട് വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നും കാച്ചി കുറുക്കിയെടുത്ത് ചോദിക്കുന്ന എക്സാമിനേഷൻ പേപ്പേഴ്സ് ആണ്. ദിസ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ ഓൾ നീറ്റ് ആസ്പിരൻസ്. സോ എക്സാമുകൾ എഴുതിക്കൊണ്ട് നമുക്ക് ഈ വരുന്ന 2026 നീറ്റ് എക്സാമിനേഷൻ നല്ല അടിപൊളിയായി എഴുതാം. സൈലത്തിന്റെ നീറ്റ് എൻഡ് ഗെയിമിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അഡ്മിഷൻസ് നടന്നു, നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സോ യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. നമുക്ക് അടിപൊളിയായി ഈ എക്സാമിനേഷൻ ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.